ബിസിനസ് മൊബൈൽ ഷോപ്പ് എന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരാനുള്ള കാരണം വേറെ എന്തൊക്കെ ബിസിനസ് ഉണ്ടായിരുന്നു? മൊബൈൽ ഫോണിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ ഏരിയയിലേക്ക് വന്നത്. ഇത് നമുക്ക് ഭാവിയിൽ എത്രത്തോളം ഓപ്പർച്യൂണിറ്റികളിൽ ആൾക്കാർ സാധ്യതകൾ 100% സാധ്യതകൾ മനസ്സിലാക്കിയിട്ടാണ് ഇതിനെ. അപ്പോൾ തുടങ്ങുന്ന സമയത്ത് എൻ്റെ ഏറ്റവും വലിയ റോൾ മോഡൽ എന്ന് പറയുന്നത് എൻ്റെ വാപ്പിച്ചിയാണ്. അപ്പോൾ ഈ സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് കുറച്ച് പേർക്ക് ജോലി കൊടുക്കുന്ന കുറച്ച് സ്ഥാപനങ്ങൾ തുടങ്ങണമെന്നുള്ള രീതിയിലാണ് ആദ്യത്തെ സ്ഥാപനം മുതൽ നമ്മൾ തുടക്കം കുറിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ 10ാമത്തെ ഷോറൂമിൽ നിന്നാണ് ഞാനൊരു ഗോൾ സെറ്റ് ചെയ്യുന്നത്. ഞാൻ പല ഇൻ്റർവ്യൂസിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് വളരെ സക്സസ് ആയി. തൊട്ടടുത്ത ജില്ലയായ വയനാട്ടിലേക്ക് നമ്മൾ സ്ഥാപനം തുടങ്ങി. അപ്പോഴേക്കും എനിക്ക് 10 ഷോറൂംസ് ആയിരുന്നു. അപ്പോൾ ആ 10 ഷോറൂംസ് തുടങ്ങുന്ന സമയത്താണ് എനിക്ക് കേരളത്തിലുടനീളം എല്ലാ 20 കിലോമീറ്ററിലും ഷോറൂമുകൾ തുടങ്ങണമെന്നും ഏകദേശം 1000 പേർക്ക്, വാപ്പിച്ചി എന്ന് പറഞ്ഞതുപോലെ ഒരുപാട് ആൾക്കെന്നുള്ളത് 1000 പേർക്ക് ജോലി കൊടുക്കുക എന്നുള്ള വലിയ ഒരു ലക്ഷ്യം, അല്ലെ വലിയൊരു സ്വപ്നമായിരുന്നു അത്. 700 കോടി വിറ്റുവരവുള്ളൊരു കമ്പനിയാക്കി മാറ്റുക എന്നുള്ളത്. 100 ഷോറൂമും 700 കോടി വിറ്റുവരവും അതോടൊപ്പം തന്നെ 1000 പേർക്ക് ജോലി കൊടുക്കുക എന്നുള്ള വലിയൊരു ഒരു സ്വപ്നം കാണാൻ തുടങ്ങി. ആ സ്വപ്നം ഞാൻ എൻ്റെ ഒരു ഗോളാക്കി. ആ ഗോളിലേക്കുള്ള യാത്രയായി. അത് 100-ലധികം ഷോറൂം, ഇപ്പം 110 ഷോറൂംസ് മൈജിക്കുണ്ട്. കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിലും മൈജിക്ക് ഷോറൂംസ് ഉണ്ട്. ഈ വാപ്പിച്ചി ആണല്ലോ, വാപ്പിച്ചിയുടെ ഒരു പ്രചോദനമാണല്ലോ നമ്മൾ ബിസിനസ്. വാപ്പിച്ചിക്ക് എന്തൊക്കെ ബിസിനസ് ആയിരുന്നു? വാപ്പിച്ചിക്ക് ട്രാൻസ്പോർട്ടും റിയൽ എസ്റ്റേറ്റും ഒക്കെ ആയിരുന്നു ബിസിനസ്. വാപ്പിച്ചി ഇന്ന് ജീവിച്ചിരിപ്പില്ല, മരിച്ചുപോയി 12 വർഷമായി. അപ്പം അതെനിക്ക് തന്ന ഒരു മോട്ടിവേഷനും എൻ്റെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്തെന്നാൽ അത് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ മാറ്റങ്ങൾ എന്നിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട്. കാരണം നമ്മൾക്ക് കിട്ടുന്ന, നമ്മളെ കൂടെ നിൽക്കുന്ന എൻ്റെ ജോലിക്കാരെന്ന് പറയുന്നത് എൻ്റെ പാർട്ട്നേഴ്സാണ്. ഞാൻ അവരെ പാർട്ട്നേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പം എൻ്റെ വാപ്പിച്ചി തന്ന ഒരുപാട് അഡ്വൈസുകളിൽ ഒന്നാണത്. കാരണം കൂടെ നിൽക്കുന്ന ആൾക്കാർ എപ്പോഴും നമ്മൾ കൂട്ടിപ്പിടിക്കണം എന്നാണ് പറയാം. കാരണം അവരുണ്ടെങ്കിലേ നമുക്ക് നിലനിൽപ്പുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ എൻ്റെ ലൈഫിൽ ഞാൻ നല്ല രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്തു. ഇപ്പോൾ എനിക്ക് 2580 പേര് എൻ്റെ പാർട്ട്നേഴ്സായി എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ 110 ഷോറൂംസായി. ഏകദേശം 700-ൽ നിന്നും മാറി 3000 കോടിയിലേക്ക് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ വാപ്പിച്ചി ഇപ്പം ജീവിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞു. വാപ്പിച്ചി ഉള്ള സമയത്ത് എത്ര ഷോപ്പായിരുന്നു നമുക്കുണ്ടായിരുന്നത്? അറൗണ്ട് വാപ്പിച്ചി മരിക്കുന്ന സമയത്ത് എനിക്ക് 23-25 ഷോറൂംസ് ഉണ്ട്. 25 ഷോപ്പിലേക്ക് വാപ്പിച്ചി മരിക്കും. വാപ്പിച്ചി അവസാനമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ നമ്മുടെ അടുത്ത്. നമ്മുടെ വാപ്പിച്ചി അവസാനമായി പറഞ്ഞൊരു കാര്യം നമുക്ക് ഓർത്തെടുക്കുകയാണെങ്കിൽ എന്ത് ഓർത്തെടുക്കാൻ പറ്റും? നമ്മൾ വലുതാവുന്നതിനനുസരിച്ചിട്ട് നമുക്ക് അഹങ്കാരം ഒരിക്കലും പാടില്ല. നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാർ, ജോലി ചെയ്യുന്നവർ മാത്രമല്ല, നമ്മളെ സമൂഹത്തിനോട്, അതേപോലെ നമ്മുടെ കുടുംബത്തിനോട്, നമ്മളെ തൊട്ട് നിൽക്കുന്ന എല്ലാവരോടും ഒരു കടപ്പാടും കടമയാണ്. കാരണം ഒരു വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്നാണ് വാപ്പിച്ചി എപ്പോഴും പറയാറ്. ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ, ഒരു ടീം വർക്ക് ഉണ്ടെങ്കിൽ അത് സാധിക്കും. അതുകൊണ്ട് തന്നെ അതിലെല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും വേണം. അപ്പോൾ ആ പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ നിന്നിലുണ്ടെങ്കിൽ അത് വലിയ രീതിയിലുള്ള വിജയങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പം ഞാൻ ഇവിടുന്ന് 30 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് എൻ്റെ നാട് താമരശ്ശേരി പരപ്പുംപോയിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ അവിടെ നിന്ന് എൻ്റെ ഓഫീസിലേക്ക് 30 കിലോമീറ്റർ യാത്ര ചെയ്യണം. ഡെയിലി ഞാൻ യാത്ര ചെയ്യാം. എൻ്റെ ഉമ്മച്ചി എൻ്റെ കൂടെയാണ്. അപ്പം എനിക്ക് വേണമെങ്കിൽ കോഴിക്കോട് വീടുണ്ട് ഓൾറെഡി, അപ്പോൾ താമസിക്കും. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എൻ്റെ നാടും എൻ്റെ വീടും എൻ്റെ ഉമ്മച്ചിയും അവിടെ കിട്ടുന്ന ഒരു സമാധാനവും സന്തോഷമൊക്കെ തന്നെ ഒരു സ്പെഷ്യൽ എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. ഈ നാടിനെ കുറിച്ച് പറയുമ്പോഴാണ് ഞാൻ ഇന്നാൾ വന്നപ്പോൾ വിളിച്ചപ്പം ഓണാഘോഷ പരിപാടിയിലേക്കാണ്. അത് രാത്രിയും നാട്ടുകാരോടൊപ്പം ചേരുവാണ്. നാടാണ് നമ്മളെ വളർത്തിയത്, നമുക്ക് എന്നും മറക്കാൻ പറ്റില്ലല്ലോ ആ നാട്. ഈ വാപ്പിച്ചി പറഞ്ഞ പോലെ പറഞ്ഞ അവസാന വാക്കുകൾ ഇതാണ് എന്നും ഓർമ്മയിൽ എടുക്കുന്നതെന്ന് പറഞ്ഞു. എത്ര ജ്യേഷ്ഠന്മാരാണ്, സഹോദരിമാർ, എങ്ങനെയാണ് കുടുംബത്തിൽ? ഞങ്ങൾ 7 പേരാണ്. 3 ബ്രദേഴ്സ് ഉണ്ട്, അവരെല്ലാം പുറത്താണ്. 3 സിസ്റ്റേഴ്സ് ഉണ്ട്, അവരെല്ലാം കല്യാണമൊക്കെ കഴിച്ച് സെറ്റിലാണ്. ഇവരൊക്കെ ബിസിനസ്സിലേക്ക് ഒന്നുമില്ല? ഇല്ല. മൈജി എന്ന് പറഞ്ഞ AK ഷാജിയുടെ മാത്രമാണ്? മൈജി AK ഷാജിയുടെ മാത്രമാണ്. ബ്രദേഴ്സ് ഒന്നും ഇതിനകത്ത് ഇല്ല. അവർക്കൊക്കെ ബിസിനസ് ആണോ അതോ ജോലികളാണോ? അല്ല, ബിസിനസ്സാണ്. അവരൊക്കെ ഏത് മേഖലയിലാണ് ബിസിനസ്? അവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്, കാർഗോ ഉണ്ട്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മേഖലകളിലാണ്. അവരുടെ കുട്ടികൾ ഇതിൽ പഠിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ പെങ്ങളെ മകനുണ്ട്, അതേപോലെ ജ്യേഷ്ഠൻ്റെ മകനൊക്കെ ഇപ്പോൾ ഇതിലേക്ക് വരുന്നുണ്ട്. ഇതിലേക്ക് ഓൾറെഡി ഉണ്ട്. അവരൊക്കെ പഠിപ്പിച്ചെടുക്കുവാണ്? തീർച്ചയായിട്ടും. ബിസിനസ്, ഈ മൊബൈൽ ബിസിനസ് പഠിപ്പിച്ചെടുക്കുവാണ്? അല്ല, അവരൊക്കെ ബിസിനസ് കോഴ്സ് IBM ഒക്കെ കഴിഞ്ഞ് ഇതിലേക്ക് കൊണ്ടുവന്ന് നല്ല രീതിയിൽ പോകുന്നുണ്ട്. പല ഏരിയകളും ഇപ്പോൾ അവരാണ് നോക്കുന്നത്.